നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 27ാമത്തെ നക്ഷത്രമായ രേവതി നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവങ്ങളും ഈ നക്ഷത്രക്കാർക്ക് 2025 എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നും നമുക്കൊന്ന് നോക്കാം. മിഴാവ് പോലെ കാണപ്പെടുന്ന 32 നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് രേവതി. പുഷാവാണ് ഇവരുടെ ദേവത. ഈ നക്ഷത്രജാതർ പൊതുവെ സുന്ദരന്മാരും അന്തസ്സുള്ളവരുമായിരിക്കും. വീടിനോടെന്ന പോലെ ഇവർ സ്വന്തം ദേശത്തോടും സ്നേഹം കാണിക്കും. ഇവർ ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്നവരായിരിക്കും. സ്ത്രീകൾ സ്വതേ സൽസ്വഭാവികളും നല്ല ബന്ധുക്കളോട് കൂടിയവരുമായിരിക്കും. ഇവർക്ക് വീട് ഭരിക്കുവാൻ സാമർഥ്യമുണ്ടെന്ന് മാത്രമല്ല, വാക്ചാതുര്യവും കലാകുശലതയും ഉള്ളവരായിരിക്കും. പൊതുവേ പറഞ്ഞാൽ ഇവർ നയചാതുര്യത്തോടും ആഭിജാത്യത്തോടും കുലീനതയോടും പെരുമാറും. സൗന്ദര്യവും ശരീരപുഷ്ടിയും നയപരമായി സംസാരിക്കുവാൻ പ്രത്യേക കഴിവും ഇവർക്കുണ്ടായിരിക്കും. ആരുടെയും കീഴിൽ പണിയെടുക്കുവാനോ അധികം ആരെയും വകവച്ചു കൊടുക്കുവാനോ അംഗീകരിക്കുവാനോ ഇവർ ഇഷ്ടപ്പെടുകയില്ല. സഹനശക്തി കുറവായിരിക്കും. സഹൃദയരും കലാതൽപരരുമായിരിക്കും. സത്യസന്ധതയും ആത്മാർത്ഥതയും ജീവിതത്തിലുടനീളം പുലർത്തുവാൻ ശ്രമിക്കും. നിഷ്കളങ്ക സ്വഭാവമായതിനാൽ വ്യക്തിപരമായ കാര്യമായാലും ആരോടെങ്കിലും തുറന്നു പറയുന്ന സ്വഭാവമായിരിക്കും. പ്രവർത്തന മണ്ഡലത്തിൽ അടിക്കടി പ്രശ്നങ്ങൾ ഉണ്ടാവും. ആരെയും പെട്ടെന്ന് ഉൾക്കൊള്ളുകയോ വിശ്വസിക്കുകയോ ചെയ്യുകയില്ല. തന്നെ ആരും വിമർശിക്കുന്നത് ഇഷ്ടപ്പെടുകയുമില്ല. സഹനശക്തി കുറവായിരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി മാത്രമേ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുകയുള്ളൂ. വളരെയധികം സുഹൃത്ബന്ധമുണ്ടാകുമെങ്കിലും സ്ഥിര സുഹൃത്തുക്കളുടെ എണ്ണം വളരെ കുറവായിരിക്കും. മുൻകോപം മൂലം പല വൈഷമ്യങ്ങളും ഉണ്ടാകും. മനസ്സ് ശുദ്ധമായിരിക്കും. പുറമേ പ്രകടിപ്പിക്കുകയില്ലെങ്കിലും ഉള്ളിൽ അടിയുറച്ച ഈശ്വരവിശ്വാസം ഉണ്ടായിരിക്കും. പലവിധ പരിവർത്തനങ്ങളും ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകും. ബന്ധുക്കളിൽ നിന്നും പിതാവിൽ നിന്നുമൊക്കെ ഗുണം ലഭിക്കുവാൻ സാധ്യത കുറവാണ്. പിറന്ന നാടും വീടും ഉപേക്ഷിക്കുകയോ അകന്നു നിൽക്കുകയോ ചെയ്യും. പത്രപ്രവർത്തനം, നിരൂപണം, ജ്യോതിഷം, ആധ്യാത്മിക പ്രവർത്തനം, വൈദ്യം എന്നീ രംഗങ്ങളിൽ വിജയസാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം അത്ര ശുഭകരമായിരിക്കില്ല. സൗന്ദര്യവും സുശീലതയുമുള്ള ജീവിത പങ്കാളിയെ ലഭിക്കും. പരസ്പര സഹകരണത്തോടെ പ്രവർത്തിക്കുവാനും സംതൃപ്തപരമായ കുടുംബജീവിതം നയിക്കുവാനും ഒരു പരിധിവരെ ശ്രമിക്കും. സന്താന ഗുണങ്ങളും അനുഭവിക്കുവാൻ യോഗം കാണുന്നു. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഈശ്വരവിശ്വാസവും ഭർത്തൃഭക്തിയും ഉണ്ടാകും. സൗന്ദര്യത്തിനും കുറവ് വരികയില്ല. വാക്സാമർഥ്യവും നയചാതുര്യവും ഉണ്ടാവും. ഗ്രഹഭരണത്തിലും നാട് ഭരിക്കുന്നതിലും പ്രത്യേക കഴിവ് പ്രദർശിപ്പിക്കും. ബുധനാണ് ഇവരുടെ ദശാനാഥൻ. ബുധദശയിലാണ് ഇവർ ജനിച്ചിരിക്കുന്നത്. ബുധൻ, കേതു, ശുക്രൻ, രവി, ചന്ദ്രൻ ഇങ്ങനെ പോകുന്നു ദശാകാലം. താനിരക്കും തന്നോടിരക്കും എന്നാണല്ലോ പറയുന്നത്. ദേവഗണത്തിൽ ജനിച്ച ഇവർ മറ്റുള്ളവർക്കൊരു മാതൃകയായിരിക്കും. എപ്പോഴും ദൈവീക അനുഗ്രഹവും ഇവരിൽ ഉണ്ടാകും. 2025 ഇവർക്ക് എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉള്ളത്? വ്യാഴമാണ് ഇവരുടെ രാശിനാഥൻ. വ്യാഴവും ബുധനും, വ്യാഴത്തെയും ബുധനെയും, അപ്പൊ ശ്രീരാമസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും പ്രാർത്ഥിക്കുന്നത് മൂലം കൂടുതൽ ഗുണഫലങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചും ജീവിതം വിജയത്തിൽ എത്തിക്കുവാൻ ഇവർക്ക് സാധിക്കും. 2025 എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഇവരെ തേടിയെത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. രാഷ്ട്രീയ പ്രവർത്തകർ സംഘടനാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കും. സുഖഭോഗങ്ങൾക്ക് വേണ്ടി പരമാവധി ശ്രമങ്ങൾ നടത്തും.
സ്പോർട്സ്മാൻമാർക്ക് ഈ സന്ദർഭം വളരെ അനുകൂലമാണ്. പുതിയ വീട്, വാഹനങ്ങൾ എന്നിവ അധീനതയിലാകും. പല കാര്യങ്ങളും വളരെ ആവേശത്തോടെ നിറവേറ്റുന്നത് കാണാം. വൈവാഹിക ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകും. ബാങ്ക് ജീവനക്കാർക്ക് അനുകൂല സമയമാണ്. തൊഴിലുകളിൽ നിന്ന് കൂടുതൽ വരുമാനമുണ്ടാകും. വീട് വാങ്ങുകയോ പണിയിക്കുകയോ ചെയ്യുവാനിടയുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കും. ഭൂമി വാങ്ങണമെന്നുള്ളവർക്ക് അതിനുള്ള അവസരമുണ്ടാകും. ഉന്നത പദവിയിലുള്ള വ്യക്തികളുമായി ബന്ധപ്പെടുവാൻ അവസരമുണ്ടാകും. കലാപ്രവർത്തനം മുഖേന ധനാഗമനം പ്രതീക്ഷിക്കാം. കളവിനും വഞ്ചനയ്ക്കുമൊക്കെ പാത്രീഭവിക്കുവാൻ ഇടയുണ്ട്. സഹോദരന്മാരുടെ സഹായത്തോടെ ചില ഏജൻസി ഏർപ്പാടുകൾ ഏറ്റെടുക്കും. ഏത് തൊഴിലുള്ളവർക്കും ആ രംഗത്ത് ഉയർച്ചയുണ്ടാവും. ദൂരയാത്രകൾ ആവശ്യമായി വരും. അപ്രതീക്ഷിതമായി അധ്വാനിക്കാത്ത പണം കൈവശം വന്നു ചേരും. സർക്കാർ ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടും. വാഹനങ്ങൾക്ക് ചില്ലറ റിപ്പയറുകൾ ആവശ്യമായി വരും. പുതിയ ബിസിനസ് സംരംഭം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടതായും വരും. എല്ലാ പ്രവർത്തനങ്ങളിലും കാര്യശേഷി പ്രദർശിപ്പിക്കും. കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വരുമാനത്തിൽ വർധനവുണ്ടാകും. പൂർവിക സ്വത്ത് അനുഭവയോഗ്യമാകും. ഭൂമിയിൽ നിന്നുള്ള വരുമാനത്തിൽ ധനവർധനവുണ്ടാകും. ഷെയറുകളിൽ നിന്നുള്ള വരുമാനത്തിന് അല്പം ഇടിവ് സംഭവിച്ചേക്കാം. തർക്കങ്ങളിലും വാദപ്രതിവാദങ്ങളിലും ഏർപ്പെടുവാനുള്ള പ്രവണതയുണ്ടാവും. ഗ്രന്ഥങ്ങൾക്കും കലാപ്രവർത്തനങ്ങൾക്കും ആത്മീയ കാര്യങ്ങൾക്കുമായി പണം ചിലവഴിക്കും. പരസ്പരം ബന്ധമില്ലാത്ത വിവിധ പ്രവർത്തനങ്ങൾ മൂലം ജോലി തിരക്ക് അനുഭവപ്പെടും. ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് അവസരമുണ്ടാകും. അധ്വാനത്തിനനുസരിച്ച് പ്രതിഫലം ലഭിക്കാതെ വരും. എല്ലാ രംഗത്തും നയതന്ത്രവും അന്തസ്സും നിലനിർത്തും. വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് മാത്രം. വിദ്യാഭ്യാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് വരുമാനം ഉണ്ടാകും. ജീവിത നിലവാരത്തിൽ ഉയർച്ചയുണ്ടാകും. ഗ്രഹത്തിൽ ചില മംഗളകാര്യങ്ങൾ നടക്കും. ശത്രുശല്യത്തെ പരാജയപ്പെടുത്തും. ചില പ്രധാന രേഖകൾ, പ്രമാണങ്ങൾ എന്നിവ കൈവശം വന്നു ചേരും. സംഭാഷണ ചാതുര്യം കൊണ്ടും പെരുമാറ്റ രീതി കൊണ്ടും ആരെയും ആകർഷിക്കുവാൻ കഴിയും. ധാരാളം എഴുത്തുകുത്തുകൾ നടത്തിയേക്കും. സർക്കാരിനെ വിമർശിക്കാനുള്ള പ്രവണത വരെ ഉണ്ടാകും. ദൂരയാത്രകൾ നിർത്തിവെക്കേണ്ടി വരും. തറവാട് സംബന്ധമായ പ്രശ്നങ്ങളിൽ വ്യക്തിഗത തീരുമാനത്തിന് പ്രാധാന്യം നൽകുന്നതാണ്. ഭൂമിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ആദായം ലഭിക്കും. ഹർജികളും നിവേദനങ്ങളും മാനിക്കപ്പെടും. വാഹനങ്ങളോ വീടോ വാങ്ങിക്കും. വീട്ടിൽ പൂജാതി മംഗളകർമ്മങ്ങൾ നടക്കും. ജോലിസ്ഥലത്ത് പുതിയ ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളിലും വിശാല വീക്ഷണം നിലനിർത്തും. എഴുത്തുകുത്തുകൾ ഫലവത്തായി തീരും. ചില കാരണങ്ങളെ ചൊല്ലി അകാരണമായ ഭീതി നിഴലിക്കും. സന്താനങ്ങൾക്ക് ശ്രേയസ് വർദ്ധിക്കും. പലപ്പോഴും ശരിയായ മാർഗം വിട്ട് പ്രവർത്തിക്കുവാനുള്ള പ്രവണത ഉണ്ടാകും. സ്വന്തം വീടുപേക്ഷിച്ച് വാടക വീട്ടിൽ താമസിക്കേണ്ട അവസരം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ വ്യക്തികളുമായി സൗഹൃദം പുലർത്താൻ ശ്രമിക്കും. ഉപദേശങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി മറ്റുള്ളവരെ സമീപിച്ചെന്നും വരാം. വീട്ടിൽ നടക്കുന്ന മംഗളകർമ്മങ്ങളിൽ മനസ്സന്തോഷം ലഭിക്കുവാൻ ഇടയുണ്ട്. തറവാട് സ്വത്തിനെ പറ്റിയുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കും. പൊതുവെ പറഞ്ഞാൽ 2025 വളരെ ശോഭനമായ ഗുണഫലങ്ങളാണ് ഇക്കൂട്ടർക്ക് വന്നു ചേരുന്നത്. എല്ലാ സൗഭാഗ്യങ്ങളും രാശിനാഥനായ വ്യാഴവും ദശാനാഥനായ ബുധനെയും പ്രാർത്ഥിക്കുന്നത് മൂലം എല്ലാ സൗഭാഗ്യങ്ങളും ഒന്നൊന്നായി അനുഭവിക്കുവാൻ സാക്ഷാൽ മഹാവിഷ്ണു പരമശിവൻ ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.